ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ആനയ്ക്ക് മതം പൊട്ടുന്നത് പോലെ ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം മതം പൊട്ടി ചിഹ്നം വിളിച്ച് നടക്കുകയാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ മുഹമ്മദ് യൂനുസ് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഇത്രയും തരം താഴാനാവുമോ? ശ്രീ അനിൽ, സാമാന്യ യുക്തിയെയും ബോധത്തെയും എല്ലാം തമസ്കരിക്കുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൽ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു സംഘടന, ഇസ്കോൺ എന്ന സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഹൈന്ദവ മുഖമുണ്ട്, അതേസമയം ഒരു സർവീസ് മുഖവുമുണ്ട്. ആ സംഘടനയുമായി ഒരു കാലത്ത് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്ന അതിൻ്റെ സമുന്നത നേതൃത്വത്തിലുണ്ടായിരുന്ന ചിന്മയ് ദാസ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനൊരു കാരണം കണ്ടെത്തുകയായിരുന്നു. ആ ഒരു കാരണം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ അതാരുടെ അജണ്ട? തീർച്ചയായും മുഹമ്മദ് യൂനുസ് എന്ന ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരികളുടെ അജണ്ട അല്ല. ഈ ഭരണകൂടത്തെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ആര് എന്നതാണ് ഇവിടെ ചോദ്യം. ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ പുറത്താകൽ അല്ലെങ്കിൽ പുറത്താക്കൽ, ജനകീയ പ്രക്ഷോഭം, ഇതെല്ലാം തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവ പരമ്പരകളുടെ ഒരു പരിണിത ഫലമാണ്. ഇതെല്ലാം തന്നെ ഡിസൈൻഡാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്ത അതിന് പിന്നിലുണ്ട്. ഒരു ദീർഘകാല പദ്ധതി ഇൻവോൾവാണ്. ബംഗ്ലാദേശിനെ ഒരു ദീർഘകാലം ഷെയ്ഖ് ഹസീന നയിച്ചിരുന്നു. ഒരു 4ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് അടുപ്പിച്ച് 2024 ജനുവരിയിൽ വീണ്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് അടുപ്പം പുലർത്തുന്ന ഒരു കുറച്ചൊക്കെ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ബംഗ്ലാദേശിലെ ഒരു ദേശീയ പ്രസ്ഥാനം തന്നെയാണ് ഈ അവാമി ലീഗ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ഷെയ്ഖ് ഹസീന ഒരു അയൽ രാജ്യങ്ങളുമായി ബന്ധം നല്ലപോലെ പോകുന്നു. അതുപോലെ ഇതിനുള്ളിൽ തന്നെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. അവിടെ ഉണ്ടായ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ച് ഒരു ഇസ്ലാമിസ്റ്റ് ടച്ച് കൊടുത്ത ഭരണകൂടത്തെ റാൻസം ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഉണ്ടായ ആ ഒരു അജണ്ടയുടെ പരിണിത ഫലമാണ് മാലപ്പടക്കം പോലെ പിന്നീട് പൊട്ടുന്നത്. മുഹമ്മദ് യൂനുസ് സത്യം പറഞ്ഞാൽ ഒരു ബലിയാടാണ്. അദ്ദേഹം വിദേശത്ത് പ്രവാസത്തിലായിരുന്നു. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിച്ച അദ്ദേഹത്തെ, അങ്ങനെ ഒരു വിഖ്യാതമായ വ്യക്തിത്വത്തെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അദ്ദേഹം ആരുടെയും കൺട്രോളിലായിരിക്കില്ല, മറിച്ച് അദ്ദേഹത്തിന് രാജ്യത്തിനൊരു ദിശാബോധം നൽകാൻ കഴിയും. ബംഗ്ലാദേശ് സത്യത്തിൽ ഈ സാമാന്യം നന്നായി കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായി ഈ തീർത്തും ഒരു പൂവർ രാജ്യമെന്ന ഒരു പ്രതിച്ഛായ മാറ്റി കുറച്ച് മുന്നോട്ട് വരികയായിരുന്നു. ആ ഒരു ഡെവലപ്മെൻ്റൽ റെറ്ററിക്കിന് പെട്ടെന്ന് തന്നെ കടിഞ്ഞാൺ വീണു. ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഈ ധ്രുവീകരണത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെയാണ് ധ്രുവീകരണം വരുമ്പോൾ എന്താണ്? ഒരു ഭരണകൂടത്തെ നയിക്കുന്ന ശക്തികൾ ആ ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഹീനമായ മാർഗമാണ് ഈ പോളറൈസേഷൻ, നിർബന്ധിതമായ പോളറൈസേഷൻ. അത് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുക. എക്കാലത്തും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. ഹിറ്റ്ലർ ചെയ്തത് ഇത് തന്നെയാണല്ലേ? ഹിറ്റ്ലർ ചെയ്തിരുന്നത് അവിടുത്തെ ജൂതന്മാരെ, ജർമ്മനിയുടെ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ പതനത്തിന് കാരണമായത് യഹൂദന്മാരാണ്. അതുകൊണ്ട് ജ്യൂസിനെ ടാർഗറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇൻ്റർ വാർ പീരീഡിൽ യഹൂദ വേട്ട ഒരു വലിയ ഹാരമായി മാറി. അപ്പോൾ ഭൂരിപക്ഷം ജർമ്മൻസ് ഈ യഹൂദ വേട്ടയ്ക്ക് ഒരു പക്ഷേ ഹിറ്റ്ലറോടൊപ്പം കൂട്ടുനിന്നു. അപ്പോൾ ഇതൊരു മാനസികാവസ്ഥയാണ്. ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തെ ജനങ്ങളെ, മഹാഭൂരിപക്ഷം ജനങ്ങളെയും ആ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് നിർത്താനാവും എന്ന് എനിക്ക് കരുതാനാവില്ല. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ഇന്നത്തെ പരിച്ഛേദമാണ്. ബംഗാളിനെ 2ആയി വിഭജിച്ചല്ലോ 1905 ഡിവൈഡ്. അതിനുശേഷം ഡിവിഷൻ വന്ന സമയത്ത് 47 വിഭജനമുണ്ടായി. ഹിന്ദു ഭൂരിപക്ഷ പശ്ചിമ ബംഗാൾ ഇന്ത്യയിലും ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന രൂപത്തിൽ ബംഗ്ലാദേശും വന്നപ്പോൾ അവിടെ ഒറിജിനൽ ബംഗാളി സ്വത്വം അതൊരുപാട് പുരോഗമന ചിന്തയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു മതമൗലികത, പടിഞ്ഞാറൻ പാകിസ്ഥാനെ പോലെ അത്രയധികം മതമൗലികതയുള്ള ഒരു പ്രദേശമായിരുന്നില്ല ഈ ഇന്നത്തെ ബംഗ്ലാദേശ് ഇരിക്കുന്ന അന്നത്തെ കിഴക്കൻ ബംഗാൾ. അവിടെ വളരെ സാവകാശമാണ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഗ്രൂപ്പുകൾ മത തീവ്രവാദം ജനങ്ങളിൽ ഇൻജക്റ്റ് ചെയ്യുകയാണ്. അതിനൊരു ഭരണകൂടത്തിൻ്റെ കൂടി ഒരു മേമ്പൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മാറി വരുന്ന ഭരണകൂടത്തിലായിരുന്നു അവരുടെ പ്രതീക്ഷ. അതായത് ഷെയ്ഖ് ഹസീനയും, അത് ബംഗ്ലാദേശ് അവാമി പാർട്ടിയുടെ അധ്യക്ഷ, അതുപോലെ ബീഗം ഖാലിദ സിയായും, സിയാഉർ റഹ്മാൻ്റെ ഭാര്യ
അന്തരിച്ച സിയാവുർ റഹ്മാൻ്റെ ഭാര്യ ഖാലിദ സിയ, അവരിപ്പോൾ വയ്യാതിരിക്കുകയാണ്. അവർ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ലീഡറാണ്. ഈ രണ്ട് പാർട്ടികളും മാറി മാറി വരുമ്പോൾ ഖാലിദ സിയയുടെ ഭരണകൂടത്തിന് അനുകൂലമായി എപ്പോഴും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിൽക്കുകയും, എന്നാൽ മാറി ഷെയ്ഖ് ഹസീന വരുമ്പോൾ കുറച്ചൊക്കെ മതനിരപേക്ഷ സ്വഭാവം ബംഗ്ലാദേശ് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയുമാണ് കണ്ടത്. ഇനി ഒരിക്കൽ പോലും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ തിരിച്ചെത്താനാവാത്ത രീതിയിൽ ബംഗ്ലാദേശ് അവാമി ലീഗിനെയും ഷെയ്ഖ് ഹസീനയും അവരെ പിന്തുണച്ചിരുന്ന ഒരുപക്ഷെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവിടെയാണ് അബദ്ധം പറ്റുന്നത്. ഇവിടെ ബംഗ്ലാദേശിലെ 8% വരുന്ന, ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 8% വരുന്ന ഹൈന്ദവ ന്യൂനപക്ഷം, അത് വളരെ മെച്ചപ്പെട്ട നിലയിൽ അവിടെ ഉള്ള ആളുകളാണ്. പ്രത്യേകിച്ച് അവർ വിദ്യാസമ്പന്നരാണ്, വലിയ തോതിൽ രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് പ്രിയപ്പെട്ട സംഘടനയാണ് ഇസ്കോൺ. ഇസ്കോൺ ഒരു സാമൂഹ്യ സേവന സംഘടന എന്ന നിലയിൽ ഒരുപാട് കലാപങ്ങൾ, ഒരുപാട് കലുഷിതമായ സന്ദർഭങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാകുന്നത് പ്രകൃതിക്ഷോഭമാണ്, വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭം. ആ സമയത്തെല്ലാം ദുരിതാശ്വാസവുമായി വളരെയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നിടത്തേക്ക് പോലും ഈ ജനങ്ങളിലേക്ക് സഹായവുമായി ഇറങ്ങിയെത്തുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ ബംഗ്ലാദേശിലെ ബ്രാഞ്ചാണല്ലോ ഇസ്കോൺ ബംഗ്ലാദേശ്. മതം നോക്കിയല്ല അവർ ചേർത്ത് പിടിക്കുന്നത്. അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുന്നത് ആരാണ്? അത് മതം നോക്കിയല്ല ഒരാൾ വെള്ളക്കെട്ടിൽ പെടുന്നത്. അപ്പം മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പം മതം നോക്കാതെ, ജാതിയോ മതമോ വർഗമോ വംശമോ ഭാഷയോ നോക്കാതെ എല്ലായിടത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ ലോകത്തെങ്ങും തന്നെ തീവ്രവാദ പട്ടികയിൽ പെടുന്ന ഒരു ഓർഗനൈസേഷനല്ല. അത് പെട്ടെന്ന് തന്നെ ഒരു കാരണം കണ്ടെത്തി ആ സംഘടനയെ നിരോധിക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കോടതി സംവിധാനം ഇപ്പോഴും പ്രതീക്ഷയുള്ളത് ബംഗ്ലാദേശിൻ്റെ നീതിന്യായ സംവിധാനമാണ്. അപ്പോൾ ഇസ്കോണിനെതിരെ നൽകപ്പെട്ട തെളിവുകൾ ഒരുപക്ഷെ ഇസ്കോണിനെ നിരോധിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഒരു പടി കൂടി കടന്നുകൊണ്ട്, ബംഗ്ലാദേശിൻ്റെ എക്സിക്യൂട്ടീവ് ഭരണകൂടം ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇസ്കോണിൻ്റെ ഏതാണ്ട് വലിയ തോതിലുള്ള ഫണ്ടിങ് സോഴ്സസിനെ, ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫണ്ടിങ് സോഴ്സുകളെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് ലോകമാസകലം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു സംഘടനയെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തി അതിന് ധനസഹായം വിദേശത്തു നിന്നോ ആഭ്യന്തരമായോ എത്തുന്ന എല്ലാ വഴികളും അടയ്ക്കുന്നത് വഴി ആ സംഘടന ചോക്ക് ചെയ്യപ്പെടുകയാണ്. ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതവിഭാഗം എന്താണെന്ന് വെച്ചാൽ ആ വിഭാഗത്തിനും അതൊരു തിരിച്ചടിയായി മാറും. അങ്ങനെ പല വഴി ചേർന്ന് നിന്ന് ഇസ്കോണിനെ ഉപദ്രവിക്കാനും അതുവഴി ചിന്മയ ദാസ് എന്ന സന്യാസിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫാബ്രിക്കേറ്റഡായ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നത് വളരെ വലിയൊരു സാധ്യതയായി ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കരുതി. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ബംഗ്ലാദേശിലെ ജനങ്ങളുടെ മഹാഭൂരിപക്ഷവും നീതിമാന്മാരാണ്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണ്, 90% ജനങ്ങൾ മുസ്ലിങ്ങളാണ്. പക്ഷേ അവർക്കൊരു ഇന്ത്യ വിരോധമില്ല. ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ തന്നെ ഭാരതത്തോട് കടപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായി ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഭാരതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം ഒരു ഗവൺമെൻറ് മാറി വന്നതുകൊണ്ടോ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചതുകൊണ്ടോ തകർക്കാനാവില്ല. അത് മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു പ്രധാന കാരണം ഇന്ത്യയുമായി നടക്കുന്ന ഉഭയകക്ഷി ട്രേഡാണ്. ഏതാണ്ട് $14 ബില്യൺ വാർഷിക ട്രേഡാണ്. ബംഗ്ലാദേശ് അതിദ്രുതം വളരുന്ന ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ ഇക്കോണമിയിൽ അതിദ്രുതം വളരുന്ന ഒരു 3-4 ലോക രാജ്യമാണ് ബംഗ്ലാദേശ്. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം അഭൂതപൂർവമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും വർഷം വളർന്നു വരുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ കൂടി സഹായമുണ്ട്, ഇൻഡയറക്റ്റ്ലി സഹായമുണ്ട്. ബംഗ്ലാദേശിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടാൽ ഒരു പ്രൊഡക്ഷൻ ബേസ് എന്ന നിലയിൽ, പ്രൊഡക്ഷൻ നല്ല തോതിൽ ചണത്തിൻ്റെ പ്രൊഡക്ഷൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, അതുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന രാജ്യം, അതുപോലെ അരി, നെല്ല്, ഒരുപാട് ധാന്യങ്ങൾ. അതുമാത്രമല്ല, ഇന്ത്യയുമായി സഹകരിച്ചുള്ള ജലസേചന പദ്ധതികൾ, റെയിൽ റോഡുകൾ, കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, പോർട്ട് എന്നുവേണ്ട ഊർജ്ജോൽപാദന രംഗം ഉൾപ്പെടെ ഭാരതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ. അത് മാത്രമല്ല, ജിയോ പൊളിറ്റിക്കലി ആൻഡ് ജിയോ സ്ട്രാറ്റജിക്കലി ഭാരതം കഴിഞ്ഞേ ബംഗ്ലാദേശിന് മറ്റൊരു രാജ്യത്തെ പരിഗണിക്കാനാവൂ. അതാണ് ബംഗ്ലാദേശിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം. ഇതെല്ലാം മറന്നുകൊണ്ട്
താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു പുതിയ ഭരണകൂടത്തിന്, ഒരു പാവ ഭരണകൂടത്തിനെ അവിടെ ആക്കിയതിനു ശേഷം പിന്നിൽ നിന്നുകൊണ്ട് സ്വകാര്യ അജണ്ടകൾ, ഒരു ചെറിയ വിഭാഗം ഇസ്ലാമിസ്റ്റുകളുടെ സ്വകാര്യ അജണ്ട നടപ്പാക്കാനുള്ള ഉപാധിയായി മുഹമ്മദ് യൂനിസ് ഗവൺമെൻറ്റിനെ ഉപയോഗിക്കുന്നു, അവിടുത്തെ ഘടനകളെ ഉപയോഗിക്കുന്നുവെങ്കിൽ ആത്യന്തികമായി അത് ബംഗ്ലാദേശിൻ്റെ ഇന്ന് ഉണ്ടായ ആ ഒരു അഭിവൃദ്ധി തിരിച്ചടിക്കും എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ചിന്മയദാസിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമായിരിക്കാം. പക്ഷേ ഇസ്കോൺ നിരോധിക്കുന്നു, അതിനുശേഷം സ്വത്തുക്കൾ മരവിപ്പിക്കുന്നു, ഭീകരപ്രസ്ഥാനമായി ഇസ്കോണിനെ കരുതണം എന്ന രീതിയിൽ മുറവിളി ഉയരുന്നു എന്ന് പറയുന്നത് ലോകമാസകലമുള്ള ഒരുപക്ഷെ ഇസ്കോൺ യൂണിറ്റുകൾ അത് പ്രതികരിക്കും. ലോക ഗവൺമെൻറ്റുകളുടെ, അമേരിക്കയുടെ ഉൾപ്പെടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് മുൻപ് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സധൈര്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട, എത്നിക് ക്ലെൻസിങ് ഒരു രീതിയിലും അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് തന്നെ ഒരുപക്ഷെ തീവ്രമായ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തി കളം പിടിക്കാം എന്ന ഒരു മോഹമായിരിക്കും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെയും സഖ്യകക്ഷികളെയും ഇങ്ങനെ ഒരു നരവേട്ടയ്ക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.